പള്ളുരുത്തി സെൻറ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദം ഒന്ന് കെട്ടടങ്ങി എന്ന് തോന്നുന്നു. ആ വിവാദത്തിന് ശേഷം പല കോളുകളിൽ നിന്ന് മുസ്ലിങ്ങൾ ഉപദ്രവിക്കപ്പെടുന്നു, അവരെ ഇരയാക്കപ്പെടുന്നു, അവരെ പാർശ്വവൽക്കരിക്കുന്നു. ക്രിസ്ത്യൻ ബുദ്ധിജീവികൾ ആരും മിണ്ടുന്നില്ല. ഈ രീതിയിലുള്ള പല പരാമർശങ്ങളും കണ്ടു. അങ്ങനെ ഒന്ന് രണ്ട് ലേഖനങ്ങൾ ഈ മലയാളിയിലും കണ്ടു. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ചെറുത് പറയണമെന്ന് തോന്നി. ഒന്ന് പ്രധാനപ്പെട്ട കാര്യം, ഇല്ലാത്തൊരു പ്രശ്നം കുത്തിപ്പൊക്കിയിട്ട് ഞങ്ങളെ ഇരയാക്കുന്നു, ഞങ്ങളെ അവഗണിക്കുന്നു, ഞങ്ങളെ ഉപദ്രവിക്കുന്നു എന്ന രീതിയിൽ പറയുന്നത് ശരിയാണോ? അവിടെ ആ സ്കൂളിൽ യൂണിഫോം നിർബന്ധമാണ്. അവിടെ യൂണിഫോം ഇല്ലാത്തവരില്ല, യൂണിഫോം ഇല്ലാത്തവരെ അനുവദിക്കില്ല. അത് ആദ്യം തന്നെ പറയുകയും ചെയ്തതാണ്. എന്നിട്ട് പെട്ടെന്നൊരു ദിവസം യൂണിഫോം വേണമെന്ന് പറഞ്ഞ് ഒരു കുട്ടി മുന്നോട്ട് വരിക. അപ്പോൾ അത് അതിൻ്റെ പിന്നാലെ SDPI പ്രവർത്തകർ ആ കൂടെ വരിക, അവർ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുക, കന്യാസ്ത്രീകളുമായിട്ടുള്ള സംസാരം എടുത്ത് പ്രചരിപ്പിക്കുക, അതൊരു പ്രശ്നമാക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രശ്നമാക്കണം എന്നുള്ളതാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ ആഗ്രഹം. അല്ലാതെ ഈ തട്ടവിടുന്നൊന്നുമല്ല പ്രശ്നം. അവരുടെ ഒരു അവിടെ കയറി ഒരു അന്യസമുദായത്തിലെ ഒരു സ്ഥാപനത്തിൽ കയറി ഞങ്ങളുടെ കാര്യം നടത്തണമെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആവശ്യം എന്തായിരുന്നു? അതുകൊണ്ട് എന്താണ് നേടിയത്? സമുദായങ്ങൾ തമ്മിൽ ഒരു സ്പർദ്ധ ഉണ്ടാകുന്നതിന് ഇടയാക്കിയെന്ന് മാത്രം, ഒരു കൂടുതൽ സ്പർദ്ധ ഉണ്ടാക്കുന്നതിന്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അയ്യോ ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല, ഞങ്ങളെ ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഇപ്പോൾ ഗാസയിലും നമ്മൾ ഇത് തന്നെയാണ് കണ്ടത്. അത് ആ ഗാസ ആക്രമണത്തിൻ്റെ സൂത്രധാരൻ സിൻവർ പറഞ്ഞത്, എല്ലാം ഒരു പ്രശ്നവുമില്ലാതെ പോകുന്നു, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നോർമലായിട്ട് പോകുന്നു. ഇങ്ങനെ പോയാൽ എങ്ങനെയാണ്? ഇങ്ങനെ പോയാൽ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അയാളുടെ നേതൃത്വം കൊടുത്തത്. ഇസ്രായേലിൽ ആക്രമണം 10,200 പേരെ കൊന്നു, 300 പേരെ പിടിച്ചുകൊണ്ട് പോയി. പിന്നെ നമുക്കറിയാൻ സംഭവിച്ചത്, ഗാസ ഇടിച്ചു നിരത്തി 10,000 ആളുകൾ ചത്തൊടുങ്ങി, സിൻവറും ചത്തു. അപ്പം അവർക്ക് വേണ്ടതും അതായിരുന്നു. കാരണം ഈ പ്രശ്നം, ആ പലസ്തീൻ പ്രശ്നം ലോകശ്രദ്ധയിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ പലസ്തീന് അനുകൂലമായിട്ട് പലയിടത്തും ഈ കൂട്ടക്കൊല നടക്കുമെന്നറിയാം, ഇസ്രായേൽ കൂട്ടക്കൊല നടത്തുമെന്നറിയാം. അപ്പം കൂട്ടക്കൊല നടത്തുമ്പം ഇവർക്ക് കുറേ ഏറെ പിന്തുണ പലയിടത്തു നിന്നും കിട്ടുകയും ചെയ്തു. പല രാജ്യങ്ങളും പലസ്തീനെ അംഗീകരിച്ചു, പലസ്തീനെ ഒരു രാജ്യമായിട്ട് അംഗീകരിച്ചു. ഗാസ അതിൽ പെടുമെന്ന് അറിഞ്ഞുകൂടാ. എങ്ങനെയായാലും രണ്ട് രാഷ്ട്രങ്ങൾ ഉണ്ടാവണം എന്നുള്ള രീതിയിൽ തീരുമാനങ്ങൾ വന്ന് കാനഡയും ബ്രിട്ടനും ജർമ്മനിയും ഒക്കെ ഫ്രാൻസുമൊക്കെ അതിനെ അനുകൂലിക്കുന്നു. ഇസ്രയേലും അമേരിക്കയും ഒന്നും അതിന് അനുകൂലിക്കുന്നില്ല എന്ന് മാത്രം. രണ്ട് രാഷ്ട്രം ഉണ്ടാകുന്നതിന് അത് ഇപ്പോഴല്ലെങ്കിൽ എന്തെങ്കിലും ഒരുപക്ഷെ നടക്കുമായിരിക്കും. അപ്പോൾ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു മറ്റൊരു ദൃഷ്ടാന്തമായി ഇപ്പോൾ ഈ സെൻറ് റീത്താസിലെ പ്രശ്നമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഇല്ലാത്തൊരു പ്രശ്നം പെട്ടെന്ന് കുത്തിപ്പൊക്കുക, പെട്ടെന്ന് അതൊരു പ്രശ്നമാക്കിയിട്ട് സമുദായ സ്പർദ്ധ ഉണ്ടാക്കുക. എന്നിട്ട് പറയുക ഞങ്ങൾ പറയുന്ന നടക്കുന്നതിന് ഞങ്ങളെ ഇരയാക്കപ്പെടുന്നു, ഞങ്ങളെ പാർശ്വവൽക്കരിക്കുന്നു. അത് ശരിയാണോ? അപ്പോൾ അതുപോലെ തന്നെ ക്രിസ്ത്യൻ ബുദ്ധിജീവികളാരും മിണ്ടുന്നില്ല. ക്രിസ്ത്യൻ ബുദ്ധിജീവികൾ മിണ്ടാത്തത് എന്താണ്? അവരിൽ മിക്കവർക്കും ഈ കാണിക്കുന്നതിനോടൊന്നും അവർക്കും താല്പര്യമില്ല. കാരണം ഇത് അവരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് മനസ്സിലാക്കുന്നതിന് പകരം ക്രിസ്ത്യൻ ബുദ്ധിജീവികൾ ഇവിടെ തട്ടമിടുന്നതിന് ആവശ്യമില്ലാത്തൊരു സ്ഥലത്ത് പോയി ആവശ്യമില്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം എന്തായിരുന്നു? അത് ആണ് ഒന്നാമതായിട്ട് ചിന്തിക്കേണ്ട കാര്യം. അങ്ങോട്ട് പോകാതിരുന്നാൽ മതി, വേറെ എവിടെയെല്ലാം പോകാമായിരുന്നു ഈ പ്രശ്നമില്ലാത്തിടത്ത്. അപ്പം ഒരു പ്രശ്നം ഉണ്ടാക്കണം. അതിന് ശേഷം ഇരയാക്കപ്പെടുന്നു എന്നൊക്കെ പറയുന്നതിലും വലിയൊരു സാങ്കത്യം കാണുന്നില്ല. അതേസമയം തന്നെ ഇപ്പം തട്ടത്തെപ്പറ്റി അതിന് ഈ സഭ തന്നെ, എനിക്ക് തോന്നുന്ന ക്രിസ്തീയ സഭകളെല്ലാം കൂടി തന്നെ ഒരു തീരുമാനം എടുക്കേണ്ടതാണ്. ഈ സ്കൂളുകളിൽ ഈ യൂണിഫോം വേണം. യൂണിഫോമിൻ്റെ കൂടെ എന്തൊക്കെ മതപരമായ എന്തൊക്കെ ചിഹ്നങ്ങൾ, എന്തൊക്കെ വസ്ത്രങ്ങൾ ധരിക്കാം ആവശ്യമുള്ള സമയത്ത്. തട്ടമാകാം, ഈ ശബരിമല സീസണിൽ കറുത്ത വസ്ത്രമാകാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അങ്ങനെയും ഒരു എക്സംഷനും കൂടി ഉണ്ടാവേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കടുംപിടുത്തത്തിൻ്റെ ഒരു ആവശ്യവുമില്ല. പക്ഷേ ഇത് പ്രശ്നം വഴക്കുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ആളുകൾ വന്നിട്ട് ഇത് പ്രശ്നമാക്കിയിട്ട് സമുദായ സ്പർദ്ധ ഉണ്ടാക്കിയിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ഞങ്ങളാണ് ഇരയാക്കപ്പെട്ടതെന്ന് പറയുന്നതും ശരിയാണെന്ന് ഒരിക്കലും തോന്നുന്നില്ല. അപ്പോൾ ഇതിൽ ഈ പർദ്ദ ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ പർദ്ദ ഇല്ലായിരുന്നു. ഈ തട്ടമാണെങ്കിൽ തന്നെ സ്കൂളുകളിലും കോളേജിലും നമ്മളൊന്നും പഠിച്ച കാലത്ത് കണ്ടിട്ടില്ല. ഇതൊന്നും ഇന്നലെ ഇല്ലാത്ത കാര്യങ്ങൾ ഇന്നിപ്പോൾ പെട്ടെന്ന് മതവിശ്വാസം ഉണ്ടാവേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതിനു മുമ്പ് ഇല്ലാതിരുന്ന വിശ്വാസമൊക്കെ ഇപ്പോൾ പെട്ടെന്ന് കയറി വരേണ്ട കാര്യം എന്തായിരുന്നു? അപ്പോൾ അതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? അപ്പം അതും ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ ക്രൈസ്തവർക്കെതിരെ പറയുന്നവർ മുഴുവൻ കാസയെപ്പറ്റി കുറ്റം പറയുന്നുണ്ട്. കാസ ഭയങ്കര തീവ്ര
ക്രിസ്തീയ സംഘടനയാണെന്ന് അവർ മുസ്ലിങ്ങൾക്കെതിരെയൊക്കെ ശക്തമായിട്ട് നിലകൊള്ളുന്നു, RSSൻ്റെ കൂടെ ചേർന്നൊക്കെ എന്നൊക്കെ പറയുന്നു. ഈ കാസ എന്ന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു സംഘടന ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചില പ്രസ്താവനകളൊക്കെ കേൾക്കാറുണ്ടെന്നല്ലാതെ അങ്ങനെ ഒരു കാര്യപ്പെട്ട ഒരു സംഘടനയോ ഒന്നും ഉള്ളതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടെ ക്രൈസ്തവർക്കിടയിൽ. ഉണ്ടെങ്കിൽ തന്നെ അതിന് യാതൊരു പല്ലും നഖവും ഇല്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. ക്രൈസ്തവർക്കിടയിൽ ബിഷപ്പുമാരും അച്ഛന്മാരും ഒക്കെ പറയുന്നതാണ് അന്തിമ വാക്ക്. അല്ലാതെ ഈ കാസായോ കീസായോ ഒക്കെ പറയുന്നത് അത് അനുകൂലിക്കുന്നവരോ അതിനോട് താല്പര്യമുള്ളവരോ എത്ര പേരുണ്ടെന്ന് അറിയാവുന്ന കാര്യമല്ല. എന്തായാലും അത് ഈ ക്രിസ്ത്യാനികളെ അടിക്കാനുള്ളൊരു വടിയായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ഈ സംഘടന തന്നെ സംഘടന കൊണ്ട് ഉള്ള പ്രയോജനം എന്താണെന്നൊന്ന് റീതിങ്ക് ചെയ്യേണ്ട ഒരു സമയം ആയിരിക്കുന്നുവെന്ന് തോന്നുന്നു. എന്തായാലും ഈ നമ്മുടെ നാട്ടിലെ കലുഷിതമായ അന്തരീക്ഷം, അതിൽ ഈ ആളുകൾ കുറച്ചുകൂടി പുരോഗമനപരമായിട്ടൊക്കെ ചിന്തിക്കേണ്ട ഒരു കാലമായി എന്ന് തോന്നുന്നു. നമ്മൾ പിന്നോക്കം പോവുകയല്ല, മുന്നോക്കം നോക്കേണ്ടതുണ്ട്. ഈ പരസ്പരമുള്ള സൗഹൃദം ഒരു ഭാഗത്തുനിന്ന് മാത്രം പോരാ, എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവണം. അപ്പം അവിടെ വിട്ടുവീഴ്ചകളും സൗഹൃദവും സൗമനസ്യവും ഒക്കെയാണ് വേണ്ടത് എന്നുള്ളൊരു പാഠവും നമ്മൾ പഠിക്കേണ്ടതുണ്ട്.